ഇന്നിപ്പോൾ നമ്മൾ എങ്ങനെയാണ് ക്രിപ്റ്റോ ഒക്കെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ USDT ഒക്കെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇന്ത്യൻ റുപ്പി ഡെപ്പോസിറ്റ് ഉണ്ട്, അവിടെ വാലറ്റിൽ കാണാൻ പറ്റും. നമുക്കുള്ളത് ക്രിപ്റ്റോ ആയതുകൊണ്ട് നമ്മൾ ക്രിപ്റ്റോ ചൂസ് ചെയ്തു. ക്രിപ്റ്റോയിൽ തന്നെ നിങ്ങൾക്ക് ഏത് കോയിനാണെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറേ കോയിൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ USDT അല്ലെങ്കിൽ ടോണാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ആ വാലറ്റ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡെപ്പോസിറ്റ് വാലറ്റിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ 15 USD കിടക്കുന്നുണ്ട്. ഞാനതിനെ വിഡ്രോ കൊടുക്കുകയാണ്. വിഡ്രോ എന്നുള്ളത് ഒന്നെങ്കിൽ USDയിലേക്കോ അല്ലെങ്കിൽ ടോണിലേക്കോ കൊടുക്കാം. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന വാലറ്റ് ഏതാണോ അത് വെച്ചിട്ടാണ് കൊടുക്കുക. തൽക്കാലം ഞാനൊരു കാര്യം ചെയ്യും, ഇവിടെ USDT ആക്കി കൊടുക്കാം. ഓക്കെ, USDT ആക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ ഞാൻ എന്ത് ചെയ്യാണ്, അപ്പോൾ TR ആണ് അവിടെ കൊടുത്തേക്കുന്നത്. ഞാൻ നേരെ വാലറ്റ് എക്സ്റ്റേണൽ വാലറ്റിലേക്ക് സെൻഡ് ചെയ്യുക എന്നുള്ള സാധനം ഇവിടെ നമ്മൾ കാണിക്കുമ്പോൾ ഓൾറെഡി കാണിച്ചു തരാം. ഇവിടെ എൻ്റെ 15 എടുക്കുന്നു. ഞാൻ ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഇവിടെ നിന്ന് വിഡ്രോ കൊടുക്കുന്നു, ഏത് കോയിനിലാണെന്ന് കാണിക്കുന്നു. ഇവിടെ കൊടുത്തിട്ടുണ്ട് USDT. ഓക്കെ, ഞാൻ USDTയിലേക്ക് കൊടുക്കുന്നു. എക്സ്റ്റേണൽ വാലറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ വാലറ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, ആ വാലറ്റ് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ടോൺ വാലറ്റ് ഇത് അഡ്രസ്സിലില്ല എന്നാണ്. അപ്പോൾ ഞാൻ മാറ്റി കൊടുക്കണം എന്തായാലും. ടോൺ മാറ്റിയിട്ട് നേരെ USDT മാറ്റിയിട്ട് ടോൺ കോയിൻസ് ആക്കി മാറ്റണം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ടോൺ കോയിൻ തന്നെ കൊടുക്കാം. എന്നിട്ട് പഴയ പോലെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ വാലറ്റിനെ കണക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് വിഡ്രോയിലാണ് കൊടുത്തത്. എക്സ്റ്റേണൽ വാലറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് എത്രയാണ് ടോൺ കിടക്കുന്നതെന്ന്. എൻ്റെ 10 ടോൺ ഉണ്ട്. അപ്പോൾ ഞാൻ 10 ടോൺ തന്നെ സെലക്ട് ചെയ്യാം. ഇവിടെ കൊടുക്കുക അതിൻ്റെ അകത്തപ്പോൾ 10 എന്നുള്ളത് ഞാൻ 10 ടോൺ തന്നെ സെലക്ട് ചെയ്തു. ഓക്കെ, 10 ടോൺ മീൻസ് 13 USDT ആണ്. ഓക്കെ, ഞാൻ കണ്ടിന്യൂ കൊടുത്തു. ഇനി എൻ്റെ അകത്ത് കൺഫർമേഷൻ കൊടുക്കാനുണ്ട്. നേരെ കൺഫേം കൊടുക്കുന്നു. ഞാനിപ്പോൾ എൻ്റെ ആ ടോൺ ഞാൻ ഈ വാലറ്റിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതാണ് എൻ്റെ ട്രാൻസാക്ഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. എൻ്റെ കയ്യിലിപ്പോൾ 1 ടോൺ ബാലൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം നേരെ ഈ പറയുന്ന ഗെയിം അക്കൗണ്ടിലേക്ക് ഞാൻ സെൻഡ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ക്രിപ്റ്റോ വഴി നമ്മൾ ഇത് ട്രാൻസാക്ഷൻ നടത്തുന്നത്. സോ അപ്പോഴത്തേക്കും ട്രാൻസാക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അക്കൗണ്ട് അത് റീചാർജായി ടോൺ വാലറ്റിലേക്ക് അത് റീചാർജ് ആയിട്ട് ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ക്രിപ്റ്റോ, ടോൺ, USDT ഒക്കെ വെച്ചിട്ട്